പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സത്യൻ മാഷ് കാസർഗോഡ് ജില്ലയിലെ ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണ്. ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കണിയാമ്പറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല നിലയിൽ നടത്തുന്നുണ്ട് എന്ന് നിങ്ങളുടെ അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ മാഷ് അറിയിച്ചതിൻ്റെ ഭാഗമായി ഒരു സന്ദേശവും കൂടി വേണമെന്ന അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആഘോഷ പരിപാടികളിൽ പങ്കുചേരുന്നതും അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതും അതിനുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണല്ലോ. നമുക്കറിയാം, 64 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് മലയാള ഭാഷ സംസാരിക്കുന്നവർക്കൊരു സംസ്ഥാനം രൂപം കൊണ്ടത്, അല്ലെങ്കിൽ പിറവിയെടുത്തത് എന്നും നമുക്കറിയാം. കേരളം പിറവിയെടുത്തിട്ട് 64 വർഷമേ ആയുള്ളൂ എങ്കിലും കേരളപ്പിറവി എന്ന ആശയം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്നു വന്നിരുന്നു. നമുക്കറിയാം, നിരവധി വൈദേശിക ശക്തികൾ ഈ കൊച്ചു കേരളത്തിലേക്ക്, കൊച്ചു തുരുത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ തേടി, സമ്പത്ത് തേടിക്കൊണ്ട് വന്ന ചരിത്രം നമുക്കറിയാം. 1498 വാസ്കോഡ ഗാമയുടെ വരവ്. അതോടെ ഈ പ്രദേശം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി ഈ പ്രദേശത്തെത്തിയതും പരസ്പരം പോരടിച്ചതും ചരിത്രമാണ്. അന്ന് നിരവധി നാട്ടുരാജ്യങ്ങളായി നമ്മുടെ ഈ കൊച്ചു കേരളം വിഭജിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ നാട്ടുരാജ്യങ്ങളിലെ നാട്ടുരാജാക്കന്മാർ പരസ്പരം കലഹിച്ചിരുന്നു. അവരുടെ ഇടയിലുള്ള അനൈക്യം ഈ യൂറോപ്യൻ ശക്തികൾ മുതലെടുത്തതും നമ്മൾ കണ്ടു. ബ്രിട്ടീഷുകാർക്ക് വലിയ ഭീഷണി ഉയർത്തിയത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. എന്നാൽ ടിപ്പുവിൻ്റെ ഭീഷണി കൂടി അവസാനിച്ചതോടെ കേരളം ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തത്തിൽ അമർന്നതും നാം കണ്ടിട്ടുണ്ട്. എങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഐക്യത്തിന് ബ്രിട്ടീഷ് ഭരണം 2 തരത്തിൽ സഹായിച്ചു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്ന്, അവർ വിവിധ രാജാക്കന്മാരുടെ കൈവശത്ത് നിന്ന് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളൊക്കെ ഒറ്റ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഏകീകരണം അവിടെ നടന്നു. രണ്ടാമത്തത്, ബ്രിട്ടീഷുകാരെന്ന പൊതുശത്രുവിനെതിരെ പരസ്പരം പോരടിച്ചു നിന്നിരുന്ന രാജാക്കന്മാർ ഒന്നിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഐക്യബോധം സൃഷ്ടിക്കാനും അതിടയാക്കി എന്നതാണ്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒന്നാകണമെന്നും തിരുവനന്തപുരം തലസ്ഥാനമാകണമെന്നും 1910 തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അഭിപ്രായം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഐക്യകേരളം എന്ന ആശയം രൂപപ്പെടാൻ പിന്നെയും ഒരുപാട് സമയമെടുത്തു. ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. കൊച്ചി, മലബാർ, തിരുവിതാംകൂർ മേഖലകളിലായി. അങ്ങനെ ഇരിക്കെയാണ് 1920 നാഗപ്പൂരിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതിനെ തുടർന്നാണ് 1921 കേരളത്തിൽ ഒറ്റപ്പാലത്ത് ചേർന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളന തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. ഇതൊക്കെ ഐക്യ കേരളത്തിലേക്ക്, വിഘടിച്ച് നിന്നിരുന്ന കേരളത്തെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച ഘടകങ്ങളിൽ ചിലതാണ്. തുടർന്നുള്ള ചുവടുവെപ്പുകൾ ഐക്യ കേരളത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. നമുക്കറിയാം, 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ചേർന്ന സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള കാഹളം മുഴങ്ങിയിരുന്നു എന്ന്. 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും
ഐക്യകേരള പ്രമേയം പാസ്സാക്കുകയുണ്ടായി. പക്ഷേ ഈ സമയത്ത് തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശം ദിവാനായ സർ CP രാമസ്വാമി അയ്യരുടെ അധികാര പരിധിക്ക് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അഭിപ്രായത്തോട് യോജിച്ചില്ല. അദ്ദേഹം പരമാധികാര രാഷ്ട്രമായി തിരുവിതാംകൂറിനെ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനം നടന്ന് 15 ദിവസത്തിനിടെ സർ CP രാമസ്വാമിയെ വധിക്കാനുള്ള ശ്രമം നടന്നു. സ്വാതിരുനാൾ സംഗീത കോളേജിൽ ഒരു പരിപാടി കഴിഞ്ഞ് CP മെല്ലെ ഇറങ്ങുകയാണ്. അപ്പോൾ ദേശസ്നേഹിയായ മണി അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒരുപക്ഷെ ഐക്യകേരളത്തിലേക്കുള്ള ഒരു നിർണായക വഴിത്തിരിവായി ഈ സംഭവം കേരള ചരിത്രത്തിൽ മാറുകയുണ്ടായി. സ്വാതന്ത്ര്യപ്രഖ്യാപനത്തോടൊപ്പം തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതായി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജഭരണം അവസാനിച്ച് 1949 ജൂലൈ 1 തിരുക്കൊച്ചി ഐക്യസംസ്ഥാനം രൂപം കൊണ്ടു. രാജവാഴ്ചയിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള ആദ്യ പടിയായി ഇതിനെ നമുക്ക് കാണാം. ഒടുവിൽ കേന്ദ്ര ഗവൺമെൻറ് 1980 ഡോക്ടർ ഫസൽ അലി അധ്യക്ഷനായി നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1956 നവംബർ 1 തിരുക്കൊച്ചി ഐക്യസംസ്ഥാനത്തോട് മലബാറിനെ കൂടി കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനത്തിന് രൂപം നൽകി. 1959 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ തീരുമാനപ്രകാരമാണ് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. കേരളത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളമുണ്ടായതെന്നും ചേര രാജവംശത്തിൻ്റെ ഭാഗമായിരുന്ന കേരളമായി മാറിയതാണെന്നും കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിന്ന നാടായതുകൊണ്ടാണ് ആ പേരുണ്ടായതെന്നുമുള്ള അഭിപ്രായങ്ങളും ഇന്ന് നിലനിൽക്കും. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1957 EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ നിലവിൽ വരികയാണ്. അന്നു മുതൽ തുടങ്ങുന്നു കേരളത്തിൻ്റെ പുതിയ ചരിത്രവും. ഇന്ന് കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ നാം ഭാഗ്യവാന്മാരാണ്. ലോകത്തെവിടെയും മലയാളിക്കൊരിടമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് രേഖപ്പെടുത്തപ്പെട്ട നമ്മുടെ നാട് ഏറ്റവും സുരക്ഷിതമാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മാനവൈക്യത്തിൻ്റെ പ്രതീകമാണ് ഈ നാടും ജനങ്ങളും. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മലയാളി അത് തെളിയിച്ചു കഴിഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, ക്രമസമാധാനം തുടങ്ങി സർവ്വമേഖലകളിലും നാം ലോകത്തിന് മാതൃകയാണ്. മറ്റുള്ളവർക്കൊരു ചാലകശക്തിയായി ഈ കൊച്ചു തുരുത്ത് എന്നും പ്രവർത്തിക്കുന്നു. നമ്മുടെ നേട്ടങ്ങൾ കൈമോശം വരാതെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും ദേശീയതയും കാത്തു സംരക്ഷിക്കാനും നമുക്ക് തയ്യാറാകാം. കവി പാടിയതുപോലെ, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കേരളത്തിൻ്റെ നന്മകൾ നിലനിർത്താനും ലോകത്തിൻ്റെ നെറുകയിൽ മലയാളിയുടെ സ്വത്ത് നിലനിർത്താനും ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.